everyone. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്ത ചലഞ്ചസിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് തന്നെ ജോലിയാണ്. ഞാനിവിടെ വന്നിട്ട് ഒരു 6 മാസക്കാലം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഞാൻ സിറ്റാവോ എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്യൂർ ജർമ്മൻസ് ആയിരുന്നു. പിന്നെ പറയാണ്ടല്ലോ, നമുക്ക് അവിടെ പ്യൂർ ജർമ്മൻസ് ആകുമ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് നല്ലതുപോലെ അറിയണം. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും കുറവായിരുന്നു. കാരണം 2-3 റെസ്റ്റോറൻറ്റുകളും പിന്നെ അധികം ഈ കടകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ജോലി അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊന്നും. വെയർ ഹൗസസോ അങ്ങനെ ഒന്നുമില്ല. സോ അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 മാസം നന്നായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം അടുത്തുള്ള സിറ്റിയിലേക്ക് പോകാനായിട്ട്. സോ അവിടെ ചെന്നിട്ട് ജോലി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും രാവിലെ 6 മണിയുടെ ഷിഫ്റ്റിനൊക്കെ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ കറക്റ്റ് ടൈമിലൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഡിലേ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ട്രെയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിൽ കറക്റ്റ് സമയത്ത് എത്തൂല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് റിജക്ഷൻ ആയിരുന്നു ഫുള്ള്. അങ്ങനെ ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, ബ്ലോക്കഡ് എമൗണ്ട് തീരാറായി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നാട്ടിൽ നിന്ന് പിന്നെയും ലോൺ എടുത്തിട്ട് പൈസ ഇങ്ങോട്ട് അയച്ചു തരേണ്ട ഗതികേട് ആകോ എന്നൊക്കെ ഞാൻ കുറെ ചിന്തിച്ച് കൂട്ടിയിരുന്ന ഒരു സമയമായിരുന്നു ഒരു 6 മാസക്കാലം എന്ന് പറയുന്നത്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് താമസം മാറ്റി. അപ്പം തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയായിരുന്നു. പിന്നെ എല്ലാവരും ഓക്കെ, സ്മൂത്താണ്. സോ സെക്കൻഡ് ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലായിരുന്നു. സോ കാരണം ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നാട്ടിലെ നമ്മുടെ ചാക്കോ മാഷില്ലേ, ആ ചാക്കോ മാഷിനെ പോലുള്ള ഒരു പ്രൊഫസർ വന്നിട്ട് അങ്ങ് പ്രസംഗിക്കുക, നിങ്ങൾ ChatGPT നോക്കിയിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾ പൊട്ടും, നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരണം, ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ പൊട്ടിക്കാനായിട്ടുള്ള അധികാരം ഞങ്ങൾക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്. അത് കേട്ടതും പേടിച്ചു. ഞാൻ വിചാരിച്ചു നാട്ടിലെ ക്ലാസ്സിൽ തന്നെയാണോ വന്നത്? പറയത്തില്ലേ നമ്മൾ ചില വീഡിയോസിലൊക്കെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, കറക്റ്റ് പക്ക നമ്മുടെ നാടിന്റെ ആ ഒരു ഫീലായിരുന്നു ആ സാറിന്റെ ആ ഒരു ഡയലോഗൊക്കെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടു, നാട്ടിലെ പോലെ തന്നെയാണോ ഇവിടുത്തെ കോളേജും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ അങ്ങ് വിചാരിച്ചു. ഫസ്റ്റ് സെം മൊത്തം എനിക്ക് നെഗറ്റീവ് ആയിരുന്നു സത്യത്തില് എന്റെ കോഴ്സിനെ കുറിച്ചിട്ട്. പക്ഷെ സെക്കൻഡ് സെം മുതൽ എനിക്ക് എന്റെ കോഴ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സിലൊക്കെ പോകുമായിരുന്നു. പിന്നെ സെക്കൻഡ് സെം മുതൽ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഇതാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. സോ അതായിരുന്നു സെക്കൻഡ് ഫേസ് ചെയ്ത ചലഞ്ചസ്. പിന്നെ ഈ കോഴ്സ് ഇഷ്ടപ്പെടായ്മ എനിക്ക് മാത്രമല്ല പല കുട്ടികൾക്കും ഉണ്ടാകും. സോ പക്ഷെ നിങ്ങൾ സമയമെടുത്ത് ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതി. കാരണം എനിക്ക് സെക്കൻഡ് സെം മുതൽ എന്റെ കോഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സമയമെടുത്ത് നമ്മൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ കോഴ്സ് എങ്ങനെയാണ്, ഈ കോഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്. ചിലവർ എടുത്ത് ചാടി പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ എടുത്ത് ചാടി ചേഞ്ച് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു സമയമെടുത്ത് ആ കോഴ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത് കൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ തേർഡ് ചാലഞ്ച് എന്ന് പറയുന്നത്, ശരിക്കും ജോലി കിട്ടി കഴിഞ്ഞിട്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ജോലിയാണ്. വീടുകളിൽ ക്ലീൻ ചെയ്യാൻ പോകാം. അതായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയ ജോലി. സോ ഫസ്റ്റ് തന്നെ കസ്റ്റമറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പേഴ്സണലി. കാരണം അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുമായിരുന്നു. കാരണം എന്റെ ക്ലീനിങ് ഒന്നും ഫസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നില്ല. കാരണം ഈ ജർമ്മൻസിന് വേണ്ടത് കുറച്ച് ഡ്രൈ ക്ലീനിങ് ആണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ വെറ്റ് മോപ്പിംഗ് അങ്ങനത്തെ കുറച്ച് വെറ്റ് ക്ലീനിങ് ആണ് കൂടുതൽ അറിയാവുന്നത്. പക്ഷെ ഇവർക്ക് കൂടുതൽ പ്രിഫർ ചെയ്ത ഡ്രൈ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്റെ ഫസ്റ്റത്തെ കസ്റ്റമർ എന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ട് എന്നെ ഫുള്ള് പഠിപ്പിച്ചു തന്നു, ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. സോ അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വാക്യൂം ക്ലീനറും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ എനിക്ക് ക്ലീനിങ് ജോലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു, വീടുകളിൽ ക്ലീനിങ് പോകാനായിട്ട്. കാരണം അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബുദ്ധിമുട്ട് തീരെ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മോശം എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. മോശം എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒട്ടും വൃത്തിയില്ലാത്ത പ്ലേസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതിന് ശേഷം മുതൽ നമുക്ക് ഇവരെ മെസ്സേജ് അയച്ച് നമ്മുടെ കസ്റ്റമറോട് സംസാരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടാകും വർക്കിന് പോകുന്നതിന് മുന്നേ. സോ അതിന് മുന്നേയായിട്ട് ഞാനിങ്ങനെ പറയും, എനിക്ക് ഇങ്ങനെ ഇതുപോലെ ക്ലീനിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാൻ വരത്തില്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ജർമ്മൻസിന്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടുമിക്കതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വീടുകളായിരിക്കും അവരുടെ. അത്യാവശ്യം കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്യൂം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ അതെനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെനിക്ക് റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി. സോ അതും ക്ലീനിങ് ആയിരുന്നു ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
ശരി, എനിക്ക് ഫസ്റ്റ് കിട്ടിയ ജോലിയാണ്. ഞാൻ ഇപ്പോഴും ആ ജോലിയിൽ അഭിമാനിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് റെസ്റ്റോറന്റിൽ ഇപ്പോഴും ക്ലീനിങ്ങിന് പോകാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. റെസ്റ്റോറന്റിലെ ക്ലീനിങ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. കാരണം എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഇഷ്ടത്തിനൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റ് വർക്കിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റോറന്റിൽ ക്ലീനിങ് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ് സത്യത്തില്. അതിന് ഞാൻ ഒട്ടും റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാൻ എന്റെ ആ ജോലിനെ നല്ലതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ക്ലീനിങ് ചെയ്യാനായിട്ടായിരുന്നില്ല ഞാൻ ബുദ്ധിമുട്ടിയത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എനിക്ക് ഡേ ഷിഫ്റ്റിലായിരുന്നു. സോ ഇവരിടയ്ക്ക് ഡേ ഷിഫ്റ്റ് തരും. ഡേ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്കൂർ കണ്ടിന്യൂസിൽ വർക്ക് ചെയ്യണം. സോ ഇത് ഞാൻ മാത്രമല്ല, പക്ഷെ ഞാൻ കുറവേ ചെയ്തിട്ടുള്ളൂ. ഭൂരിഭാഗം കുട്ടികളും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കെൻഡ്സിനും ഈ 8 മണിക്കൂറിന്റെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ ബുദ്ധിമുട്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അവരെനിക്ക് ഡേ ഷിഫ്റ്റ് തരാൻ തുടങ്ങിയപ്പോ. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 8 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴേ കാലിന്റെ ഉപ്പൂറ്റി മുതൽ അങ്ങോട്ട് തരിച്ചങ്ങ് കയറും. പിന്നെ അങ്ങ് നടക്കാൻ കൂടി പറ്റത്തില്ല. വീട്ടിൽ കയറി ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും. കാരണം അത്ര നല്ല ബുദ്ധിമുട്ടാണ് റെസ്റ്റോറന്റിലെ ജോലി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒറ്റ നിപ്പിൽ നിന്നിട്ട് പണികൾ മൊത്തം ചെയ്യണം. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ, എന്നെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ മാനേജർ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂർ ക്ലീൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ മാനേജർ അത് പറയണമല്ലോ, വെറുതെ ഇരിക്കാൻ അയാൾ സമ്മതിക്കത്തില്ല. എങ്ങാനും ഞാൻ സ്പ്യൂൾ എന്ന് വെച്ചാൽ ഡിഷ് വാഷിങ് എന്റെ കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ അയാൾ പറയും, അവിടെ വൃത്തിയാക്ക്, ഇവിടെ വൃത്തിയാക്ക്, ഒരു പണിയില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടാക്ക്. അത് ഒരു പണിയില്ല, റെസ്റ്റോറന്റിൽ 6 കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ വന്നിട്ട് പറയും. റെസ്റ്റോറന്റിൽ ആ പൊടിയും മുക്കും മൂലം എല്ലാം ക്ലീൻ ചെയ്യാൻ പറയും. ആ ജാമ്പവാന്റെ കാലത്ത് ക്ലീൻ ചെയ്യാണ്ട് വെച്ചേക്കുന്ന പല സാധനങ്ങളും ഉണ്ടാകും. അതൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് എന്നെ അവിടെ നിയമിച്ചേക്കാണല്ലോ. സോ അതൊക്കെ അവർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറയും. വെറുതെ ഇരിക്കാനായിട്ട് അവർ സമ്മതിക്കേ ഇല്ല. അപ്പൊ മനസ്സിലായി, ഇവിടെ അങ്ങനെ വെറുതെ ഒക്കെ ഇരുന്നിട്ട് നമുക്ക് ശമ്പളമൊന്നും കിട്ടത്തില്ല. നന്നായിട്ട് കഷ്ടപ്പെടണം. സോ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജോലി നിർത്താന്ന് വിചാരിച്ചാലോ, ജോലി നിർത്തിയാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? കാരണം 1 വർഷം കഴിഞ്ഞപ്പോ ബ്ലോക്ക്ഡ് എമൗണ്ട് തീർന്നു. പിന്നെ വിസ എക്സ്റ്റൻഷൻ ആയി. ഇപ്പൊ വിസ എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്റെ വിസ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ 4000 യൂറോ ഒരു പെർ ഇയർ 4000 യൂറോ എന്റെ അക്കൗണ്ടിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. ജോലി പാർട്ട് ടൈം ആയിട്ടാണെന്നുണ്ടെങ്കിൽ വർക്ക് കോൺട്രാക്ട് അവർ നീട്ടി തന്നുമില്ല. അവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോമിസിംഗ് ലെറ്റർ ഒന്നും തരുന്നില്ല. കാരണം വിസ ഓഫീസർ പറഞ്ഞു, ഈ ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോമിസിംഗ് ചില നെക്സ്റ്റ് ഇയറിലേക്ക് അവർ നമുക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൊരു ലെറ്റർ എങ്കിലും പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടു. കാരണം അക്കൗണ്ടിൽ അത്രമാത്രം പൈസ ഇല്ല. പിന്നെ ഞാനിത് എവിടെ നിന്നാണ് എനിക്കൊരു സപ്പോർട്ടിംഗ് ലെറ്റർ കിട്ടാന്നൊക്കെ വിചാരിച്ചായിരുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് സ്റ്റുഡന്റ് ജോബും കിട്ടി. എന്റെ പ്രൊഫസർ he is amazing actually. He used to each and every point എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രൊഫസറെയാണ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് ഒരു സപ്പോർട്ടിംഗ് ലെറ്റർ എനിക്ക് പ്രൊഫസർ തന്നിരുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആളുടെ ആ ഒരു ലെറ്റർ കാരണമായിരിക്കാം എനിക്ക് 2 ഇയർ വിസ കിട്ടിയത്. സോ പക്ഷെ എനിക്ക് എന്റെ റെസ്റ്റോറന്റിൽ നിന്ന് തീരെ എനിക്ക് സപ്പോർട്ടിംഗ് ലെറ്ററും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഒരു കാര്യത്തിന് എനിക്ക് അവരൊട്ട് സപ്പോർട്ടിങ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ നിലവിലുള്ള എന്റെ ഒരു ജോലി പിന്നെ എന്റെ പ്രൊഫസറും കാര്യങ്ങളെല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഞാൻ തേർഡ് ഫേസ് ചെയ്ത സ്ട്രഗിൾ എന്ന് പറയുന്നത് ജോലിയാണ്. സോ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് വരാം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പല ജോലികളും ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കി. ചില ജോലികൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ. നമുക്ക് വിസ എക്സ്റ്റൻഷൻ എല്ലാവരും എമൗണ്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ നാട്ടിൽ നിന്ന്, കാരണം ഇവിടുത്തെ നമ്മുടെ എമൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 1 യൂറോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം 98 വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 500-600 വേണം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു 60,000 അത്രയൊക്കെ സംതിങ് ഒക്കെ വേണ്ടേ. സോ അതൊക്കെ നമുക്കൊട്ടും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. സോ നമ്മൾ ഇവിടെ ജോലി എടുത്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ആ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ടുള്ള ലൈഫ് ശരിക്കും ചാലഞ്ചസ് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് നല്ലത് ചീത്തയായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഫേസ് ചെയ്യാം. എല്ലാം നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോ എല്ലാവർക്കും ഭാഗ്യമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ചിലവർക്ക് വരും. പക്ഷെ ചിലവർക്ക് ചീത്തയും വരും, നല്ലതും വരും. പക്ഷെ നമ്മൾ
പേഷ്യന്റോടെ കാത്തിരിക്കുക. ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് മോശം സമയമാണ്, നിങ്ങളിപ്പോ കഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ വരുന്ന ഭൂരിഭാഗം ഒരു 80% സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് ഭൂരിഭാഗം. സോ ഈ സ്റ്റുഡൻസിന് എപ്പോഴും കഷ്ടപ്പാടൊന്നും ആയിരിക്കത്തില്ല, അവർക്ക് പിന്നീട് ഒരു നല്ല കാലം വരും. അതിന് പക്ഷെ നമ്മൾ എന്താ പേഷ്യന്റോടെ കാത്തിരിക്കണം. നമ്മൾ നല്ല പേഷ്യൻസ് വേണം, നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യണം, അതിനുള്ള മനസ്സ് വേണം, പിന്നെ നല്ല ആരോഗ്യവും വേണം. കേട്ടല്ലോ. പിന്നെ റേസിസം, അതിപ്പോ നിങ്ങളൊരു വെസ്റ്റേൺ ജർമ്മനിയിലൊക്കെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ചും കൂടി ട്രൂ ജർമ്മൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് പഴയ ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഞാൻ ഒരു സിറ്റാവും എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. സോ അവിടെ കൂടുതലും പ്യൂർ ആയിട്ടുള്ള ജർമ്മൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടെ ഞാൻ മിക്കപ്പോഴും ക്ലാസ്സിൽ ഡെയിലി രാവിലെ ധൃതി പിടിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോവുകയായിരിക്കും. സോ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഒരു അമ്മ വന്നിട്ട് പറയും, വഴിന്ന് മാറിക്ക്. നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല, എന്നാലും അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലവർ നമ്മുടെ അടുത്ത് വന്നിരിക്കത്തില്ല, അവരുടെ മുഖം കണ്ടാൽ അറിയാലോ, ചിലവർക്കൊക്കെ ദേഷ്യമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലർക്ക് നമ്മളോട് നല്ല സ്നേഹമായിരിക്കും, നല്ല സ്നേഹത്തോടെ പെരുമാറാനും ഇവർക്ക് അറിയാം. അപ്പൊ അതിന് ചിലപ്പോൾ അറിയാതെ പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും ഇല്ലേ റേസിസ്റ്റ്. സോ നമ്മുടെ നാട്ടിൽ എന്തോരം റേസിസ്റ്റ് ഉണ്ട് കളറിന്റെ പേരിലൊക്കെ. സോ അതുകൊണ്ട് നമ്മുടെ ഇത് കോമൺ ആയിട്ടുള്ളൊരു ഹ്യൂമൻ സ്വഭാവമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് നമ്മുടെ ഈ ജർമ്മനിയിൽ മാത്രമല്ല, അത് നമ്മുടെ മിക്ക നാടുകളിലും ഉണ്ടാകും ഈ റേസിസം എന്ന് പറയുന്നത്. അത് ഹ്യൂമന്റെ സ്വഭാവമാണ്, അവരുടെ ഉള്ളിലുള്ള ഒരു തോട്ട് അത് പുറത്തോട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് എനിക്ക് തോന്നുന്നത്, അത് ഞാൻ ഇവിടുത്തെ കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. സോ അത് കോമൺ ആയിട്ട് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഒരു ഹ്യൂമൻ ക്യാരക്ടറാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന സത്യത്തിൽ അത് ശരിക്കും ഒരു ഹ്യൂമനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞാൻ ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു, കുറേ ജീവിത പാഠങ്ങൾ പഠിച്ചായിരുന്നു. സോ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ഉപദേശം ആർക്കും ഇഷ്ടമല്ലെന്നറിയാം, പക്ഷെ ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാണ്. നിങ്ങൾ മാക്സിമം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കാം. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലും എത്ര ചങ്ക ഫ്രണ്ട് ആയാലും നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. സ്വന്തമായിട്ട് നിൽക്കുക, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുക, ഒറ്റയ്ക്ക് സ്വന്തം കാര്യം നോക്കി പോകാം. വല്ലപ്പോഴും ഫ്രണ്ട്സിനെ കൂട്ടാം, ഗെറ്റ് ടുഗെദർ ആകാം, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, ഇതെല്ലാം ആകാം. പക്ഷെ ചങ്കായിട്ട് ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യവും ഒരിക്കലും ചെയ്യാനൊന്നും പാടില്ല. അറ്റാച്ച്മെന്റ് ഒന്നും അധികം ആരോടും കാണിക്കൊന്നും വേണ്ട. കാരണം പലർക്കും പല സ്വഭാവമാണ്, ചിലവർ നമ്മളെ യൂസ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാം. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. മാക്സിമം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്കും ഒക്കെ നിൽക്കാനായിട്ട് മാക്സിമം നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. അതെന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സോ ഫൈനലി ഓവറോൾ ആയിട്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളൂ. മാക്സിമം ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് അങ്ങ് ഫേസ് ചെയ്യേണ്ടി വരും. സോ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മനസ്സുമായിട്ട് അങ്ങ് വരാം. ചില സമയങ്ങളിൽ നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ്സ് ആയിരിക്കും, പക്ഷെ ആ നെഗറ്റീവ്സിനെ എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാം. നിങ്ങളുടെ ചലഞ്ചസും സ്ട്രഗിൾസും ഒക്കെ എത്ര ഫേസ് ചെയ്താലും അത് നിങ്ങൾ മുന്നോട്ടങ്ങ് ഫേസ് ചെയ്തിട്ട് അത് ഫേസ് ചെയ്ത് നടക്കാം. അങ്ങനെ നിങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്താനും പറ്റും, വിജയവും കൈവരിക്കാൻ പറ്റും. സോ നിങ്ങൾ ആ സ്ട്രഗിൾ എല്ലാം ഫേസ് ചെയ്യാനുള്ള മനസ്സും കൊണ്ട് മാത്രം വന്നാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഫേസ് ചെയ്താലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടും. സോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും cheers.